ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റ് ടെക് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വാട്ടർ ഫിൽറ്ററിൻ്റെ റീപ്ലേസ്മെൻറ്റും ക്ലീനിങ്ങും അതുപോലെ 1.5 മാസം ഉപയോഗിച്ചതിൻ്റെ ഫീഡ്ബാക്കുമാണ്. ആദ്യമായി ടോപ്പ് ലിഡ് മാറ്റിയതിനു ശേഷം കാർബൺ അസംബ്ലി വിത്ത് ഇൻലെറ്റ് ഫണൽ സെറ്റ് വെളിയിലെടുക്കുക. ഫണൽ റിമൂവ് ചെയ്തതിന് ശേഷം സെഡിമെൻറ്റ് ഫിൽറ്റർ വെളിയിലെടുക്കുക. സെഡിമെൻറ്റ് ഫിൽറ്റർ ഇവിടെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫിൽട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ സെഡിമെൻറ്റ് ഫിൽറ്റർ വേഗത്തിൽ അഴുക്കാകുവാൻ സാധ്യതയുണ്ട്. അടുത്തതായി കാർബൺ അസംബ്ലി സെറ്റ് ടാപ്പ് വാട്ടറിന് കീഴിൽ പിടിച്ചു കൊടുക്കുക. അഴുക്കുകളുണ്ടെങ്കിൽ ഇത് പോകുവാൻ സഹായിക്കും. അതുപോലെ കാർബൺ 6 മാസത്തിലൊരിക്കൽ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടിയും വരും. വാട്ടർ ഫ്ലോ റേറ്റ് കുറയുമ്പോഴാണ് ഫിൽട്രേഷൻ സ്റ്റേജസ് എല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരുന്നത്. ഇൻലെറ്റിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഫിൽറ്ററിൻ്റെ എല്ലാം ലൈഫ്. മഴ സമയത്ത് വീട്ടിലെ കിണറ്റിലെ വെള്ളം അല്പം മോശമായിരുന്നു. അതുകൊണ്ടായിരിക്കാം സെഡിമെൻറ്റ് ഫിൽറ്റർ വേഗത്തിൽ ഡാമേജ് ആയത്. കമ്പനി പ്രോഡക്റ്റിൻ്റെ കൂടെ ഒരു സെറ്റ് സ്പെയർ സെഡിമെൻറ്റ് ഫിൽറ്ററും തന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ടാപ്പ് വാട്ടർ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കാർബൺ അസംബ്ലി യൂണിറ്റിന് മുകളിലായി പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇൻലെറ്റ് ഫണൽ ടാപ്പ് വാട്ടറിൽ നല്ലപോലെ കഴുകിയതിന് ശേഷം കാർബൺ അസംബ്ലി യൂണിറ്റിന് മുകളിലായി ടൈറ്റ് ചെയ്ത് എടുക്കാം. കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ വളരെ അനായാസം ഇത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തതായി ടോപ്പ് കവർ എടുത്ത് മാറ്റിയതിന് ശേഷം ഇന്നർ ടാങ്ക് വെളിയിലെടുക്കുക. ഇന്നർ ടാങ്ക് വെളിയിലെടുക്കുന്ന അവസരത്തിൽ UF മെംബ്രെയിൻ എങ്ങും തട്ടാതെ സൂക്ഷിക്കുക. ഇത് പ്ലാസ്റ്റിക് പാർട്ടായതുകൊണ്ട് ഒടിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. പ്രോഡക്റ്റിൻ്റെ കൂടെ ഒരു Y-ഫോർക്ക് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചാണ് ഇന്നർ ടാങ്കിൽ നിന്നും UF മെംബ്രെയിൻ റിമൂവ് ചെയ്തെടുക്കുന്നത്. ടാങ്കിലെ UF മെംബ്രെയിൻ മൗണ്ടിങ് യൂണിറ്റിൻ്റെ ഇടയിലായി ഒരു സ്ലോട്ടുണ്ട്. അതിലേക്ക് Y-ഫോർക്ക് ഇൻസേർട്ട് ചെയ്ത് താഴേക്ക് പ്രസ് ചെയ്താൽ UF മെംബ്രെയിൻ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. UF മെംബ്രെയിൻ വർഷത്തിലൊരിക്കൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 4000 ലിറ്റർ കപ്പാസിറ്റിയാണ് കമ്പനി പറയുന്നത്. സിറിഞ്ചിൽ 50 ml വെള്ളം നിറച്ചെടുത്ത് മെംബ്രെയിൻ യൂണിറ്റിൻ്റെ ഔട്ട്ലെറ്റ് പോർഷനിലൂടെ വെള്ളം ബാക്ക് ഫ്ലഷ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 20 പ്രാവശ്യം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇത്രയും നാളത്തെ എൻ്റെ ഉപയോഗത്തിന് ശേഷം പ്രോഡക്റ്റിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റാണിത്. അല്പസമയം ഇതിൻ്റെ ഫിൽട്രേഷൻ സ്റ്റേജസിൻ്റെ ക്ലീനിങ് ഒഴിച്ചാൽ ഇത് നമുക്ക് വളരെ അനായാസം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പ്രോഡക്റ്റിൻ്റെ ഫിൽട്ടർ കിറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫിൽറ്റേഴ്സ് പീരിയോഡിക്കലി ക്ലീൻ ചെയ്യുന്ന അവസരത്തിലെല്ലാം പ്ലാസ്റ്റിക് പാർട്ടുകളെല്ലാം നന്നായി വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഉപയോഗിക്കേണ്ടതാണ്. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന UF മെംബ്രെയിൻ ഇന്നർ ടാങ്കിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കുക. ഇതൊരു പ്രസ് ഫിറ്റ് മെക്കാനിസമാണ്. വളരെ അനായാസം നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇന്നർ ടാങ്ക് ഔട്ടർ ടാങ്കിലേക്ക് ഇറക്കി വെക്കുക. ഇതൊരു ഗ്രാവിറ്റി ബേസ്ഡ് വാട്ടർ ഫിൽട്ടർ ആയതുകൊണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് സേവ് ചെയ്യുവാൻ സാധിക്കും. ഇലക്ട്രിക്കൽ വാട്ടർ പ്യൂരിഫയറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ബഡ്ജറ്റിന് ഉതകുന്ന ഒരു പ്രോഡക്റ്റാണ്. ടോപ്പ് കവർ വെച്ചതിന് ശേഷം കാർബൺ അസംബ്ലി വിത്ത് ഇൻലെറ്റ് ഫണൽ സെറ്റ് അതിന് ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. പ്രോഡക്റ്റിൻ്റെ ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റും ക്ലീനിങ്ങും അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലോ റേറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇൻലെറ്റ് ഫണൽ സെറ്റിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ഈസിയായി വെള്ളം താഴേക്ക് പോകുന്നത് കാണുവാൻ സാധിക്കും. വെള്ളം സെഡിമെൻറ്റ് ഫിൽറ്ററിലൂടെയും കാർബൺ ഫിൽറ്ററിലൂടെയും പാസ് ചെയ്ത് ഇന്നർ ടാങ്കിൽ കളക്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം UF മെംബ്രെയിൻ വഴി ഔട്ടർ ടാങ്കിൽ എത്തുന്നതാണ്. ഇന്നർ ടാങ്ക് നിറയുന്നതനുസരിച്ച് UF മെംബ്രെയിൻ വഴി വെള്ളത്തിൻ്റെ ഫ്ലോ നമുക്ക് കൂടുന്നത് കാണുവാൻ സാധിക്കും. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വ്യൂവേഴ്സിന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.